നമസ്കാരം ഗൈസ്, ആദ്യ ഷോയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫെസ്റ്റിവലിന് പോവാണ്. വൈഫ് പഠിച്ച ഓർഫനേജ് നമ്മൾ കല്യാണത്തിന് പോയില്ലേ, ആ കല്യാണത്തിന് പോയ ഓർഫനേജിന്റെ ഫെസ്റ്റിവലാണ്. എന്ത് ഫെസ്റ്റിവലാണ് അത്? അവിടെ പോയി കാണാം ഗൈസ്. എന്ത് ഫെസ്റ്റിവൽ അറിയാൻ പാടില്ല, വൈഫിന് അറിയാൻ പാടില്ല. ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഒന്ന് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ടില്ല. എനിക്കറിയാം, എനിക്കറിയാൻ പാടില്ല. അവിടെ പോയി കാണാം ഗൈസ്. എനിക്കറിയാൻ പാടില്ല സംഭവം. പിന്നെ ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഒക്കെ വന്ന്, അപ്പോൾ അതുകൊണ്ട് പോവാന്ന് വെച്ച് നമ്മൾ പോവാണ്. രാവിലെ 8 ബസ്, ഓട്ടോ ആണ്, സമയമില്ല. നേരത്തെ എനിക്ക് പക്ഷേ ഇവിടെ ഒരുക്കോളം ലേറ്റ് ആക്കിയത് അവരുടെ മോഹം കണ്ടോളൂ. ഞാനിവിടെ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ലിഫ്റ്റ് കിട്ടുന്നുണ്ടോ, എൻ്റെ മോൻ ഫുള്ളും പിമ്പിൾസ് ആണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തില്ല, മേക്കപ്പ് ചെയ്യാറില്ല. ഞാൻ ഒരു ദിവസം ഞാൻ കാണിച്ചില്ല ഞാൻ എന്താ മേക്കപ്പ് ചെയ്യണമെന്ന് പറയണത്. അപ്പോൾ എൻ്റെ ഓർഫനേജ് എന്താണ് ഫെസ്റ്റിവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെക്കേഷൻ ക്ലാസ്സിൻ്റെ ടൈമിന് നമ്മൾ പിള്ളേർ, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്തായാലും ഉണ്ട്, വേസ്റ്റ് തുണി കൊണ്ടിട്ട് നമുക്ക് ചവിട്ടി ഉണ്ടാക്കുക, അതുപോലെ കമ്മൽ, മാല, കുറേ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യിപ്പിക്കും, ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം പോയാൽ ആക്ച്വലി എനിക്കും അറിയാവൂ. പക്ഷേ ഇതൊക്കെയാണ് ശരിക്കും ഫെസ്റ്റിവൽ നടത്തണം. ആ സമയത്ത് നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾക്കും വന്ന് മേടിക്കാം. പുറത്തുനിന്നും ആൾക്കാർ വന്ന് സാധനങ്ങൾ മേടിക്കുന്നതാണ്, നല്ല രസമാണ്. അപ്പം കല്യാണത്തിന് വരാത്ത കുറേ ഫ്രണ്ട്സ് ഇന്ന് വരുന്നുണ്ട്. എൻ്റെ കെട്ടിയും ഓടി ഗൈസ്. ഞാൻ എന്തായാലും നടക്കട്ടെ. നമ്മൾ നടന്ന് എന്തായാലും അവിടെ എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ആവും, എങ്ങനെയൊക്കെ ആണെന്നുള്ളത് നോക്കണം. അപ്പം എന്തായാലും ഞാൻ നടക്കട്ടെ. ഇനി നമുക്ക് ബസ് കിട്ടുന്നിടത്ത് പോയിട്ട് ബാക്കി കയറാം. തേങ്ങാസ്തുതിൻ്റെ കൂടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ പെട്ടെന്ന് ഓടിച്ചിട്ട് ബസ് സമയമാവാനായി. 8:30 ബസ്. സമയം ഇപ്പോഴത്തെ 8:30 8:25 ബസ് ഇപ്പോൾ പോവും. നമ്മൾ ഓടിച്ചിടണം. അവിടെ തന്നെ പട്ടി കുറച്ച് തുടങ്ങി. നമുക്ക് വീട്ടിൽ ബസ്സിൽ പോയിട്ട് ബാക്കി കാര്യം കാണാൻ കഴിച്ചു. അവിടെ പോയിട്ട് കാണാം ബാക്കി കാര്യം, കാരണം വീഡിയോ ലെങ്ത് കൂടി പോകും. നമുക്ക് ഫെസ്റ്റിവലിൽ പോയിട്ട് അവിടുത്തെ ആളുകൾ പോയി കാണാൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് പൂജപ്പുര ബസ് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ പാളയത്തുനിന്ന് ബസ് കയറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, പാളയം അറിയാൻ പറ്റും. എന്തൊരു മീനാട്ടം എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. ഇപ്പം ബസ്സിൽ നമ്മളിരിക്കുകയാണ്. ബസ്സിൽ നല്ല അത്യാവശ്യം അതാണ്, നല്ല തിരക്കുണ്ട്. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറയണത് അവൻ തിരുവനന്തപുരത്ത് പ്രൈവറ്റ് ബസ്സിൽ ആദ്യമായിട്ടാണ് കയറുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അവിടെ എത്തിയിട്ട്. നമ്മുടെ കൊച്ചിൻ്റെ ഫുള്ളും പ്രൈവറ്റ് ബസ്സാണ്. ആദ്യമായിട്ടാണ് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറുന്നത്. എപ്പോഴും KSRTC ആയിരിക്കും എല്ലായിടത്തേക്കും പോകുന്നത്. ഈ പ്രാവശ്യം പ്രൈവറ്റ് ബസ്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഭയങ്കര ബ്ലോക്കാണ്. നമ്മുടെ ബസ്സും ബ്ലോക്കിലിങ്ങനെ കിടക്കുകയാണ്. എപ്പോൾ എടുക്കുമെന്ന് അറിഞ്ഞില്ല. ഹോണടിച്ച് ബസ്സും കിടപ്പുണ്ട്. അപ്പം ഗൈസ്, ആ ഫ്രണ്ടിൽ പോണത് ഞങ്ങൾ കൂട്ടത്തുള്ള കൊച്ചാണ്. അവളുടെ കൊച്ചിനെയും കൊണ്ട് വന്നത്. അവളെ പോലെ തന്നെ അവളുടെ കുട്ടി ഗുണ്ടുമണി. അവൾ നേരത്തെ അങ്ങ് പോയി. എല്ലാവരും വീഡിയോയ്ക്ക് ഇങ്ങനെ ഫേസ് കാണിക്കാനും നിൽക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവളുടെ ചേച്ചി വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഓർഫനേജിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഓർഫനേജിൽ ഇടയ്ക്കിടയ്ക്ക് വന്നത്. നമ്മളെ കൂട്ടത്തുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നോക്കാം എനിവേ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ നോക്കാം. നമ്മളെ ടീച്ചർ അവിടെ പോയിട്ട് നമുക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതായിരിക്കും മെയിനായിട്ടും നമുക്ക് നല്ലത്. കാരണം അവിടെ ടീച്ചർമാരൊക്കെ ഉണ്ട്. ഫെസ്റ്റിവൽ ഞാൻ വിചാരിച്ച് എന്തിനും ഡാൻസും പാട്ടും അതൊക്കെ ആയിരിക്കും ആനിവേഴ്സറി പോലും വിചാരിച്ചു. പക്ഷെ അതല്ല സംഭവം. വിൽപ്പനയാണെന്ന് മനസ്സിലായത്. പോയി നോക്കാം. വിൽപ്പന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ തന്നെ വെക്കേഷൻ ടൈമിന് ചെയ്ത സാധനങ്ങൾ അവർ സെയിൽ ചെയ്യുന്നു. അവർക്കൊരു വരുമാനം നമ്മുടെ ഓർഫനേജിൽ. മനസ്സിലായോ? അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്താണ്? ഗൈസ്, ഇതാണ് മന്ദിരം. മെയ് 10 വെള്ളിയാഴ്ച മേള നടക്കുന്നതാണ്. SMS ഹിന്ദു മേള മന്ദിരം വെച്ച് കണ്ട ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, ആസ്വദിക്കാം. ഞാനങ്ങോട്ട് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അപ്പം ഗൈസ്, നമ്മുടെ ചെടികളാണ് ഇരിക്കുന്നത്. നമുക്ക് മണി പ്ലാന്റ് ഉണ്ട്. മണി പ്ലാന്റ്
മണി പ്ലാന്റ്. പോയിട്ട് അകത്തോട്ട് കയറി നോക്കിയിട്ട് വരാം. അപ്പം കഴിച്ച് നമ്മൾ കയറുമ്പോൾ തന്നെ ഫുള്ളും ചെടികളും സാധനങ്ങളൊക്കെയാണ്. എന്താണ് അവിടെ ബേബി? അല്ല ചെടി ചെടി ഇവിടെ സാധനങ്ങളുണ്ട്. ഇത് കരിപ്പെട്ടി അങ്ങനെ സാധനങ്ങൾ. നമുക്ക് പോയിട്ട് വരാം. ആ എൻ്റെ വീക്കെൻഡ്സ് ഇവിടെയാണെന്ന് എന്താ സർ ഇത് ടീച്ചറൊക്കെ നിൽക്കണം. അപ്പം കഴിച്ച് നോക്കും ഇവിടെ ഒരേ സാധനങ്ങൾ. വെയിറ്റ് നമ്മുടെ അമ്മമാരൊക്കെ നിൽക്കുക, നമുക്ക് എല്ലാവരും കാണാം. ഗൈസ് അങ്ങനെ 20 രൂപയ്ക്ക് പരിപ്പടം വാങ്ങിച്ച ശ്രുതി ഇനിയിപ്പോൾ നോക്കി അവളുടെ അമ്മ അവളെ പറ്റിച്ച് അമ്മ നിർബന്ധിച്ച് 20 രൂപയ്ക്ക് പരിപ്പടം വാങ്ങിച്ച് നമ്മൾ സാധനം കണ്ടുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ മനീഷ അവിടെ പോയി അദ്ദേഹം അവിടെ നിൽപ്പണ്. അവരോട് എന്തൊക്കെയാണ് വിൽക്കണം അറിയാൻ പാടില്ല. മിക്കവാറും അവർ നമ്മളെ കൊണ്ട് അതൊക്കെ വാങ്ങിപ്പിക്കും തോന്നുന്നു. പോയി നോക്കട്ടെ എന്തിനൊക്കെ. ഗൈസ് ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, ഇവിടുത്തെ പിള്ളേർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഈ സാധനങ്ങൾ. പിന്നെ അവരുടെ സുധിയുടെ ഫ്രണ്ട് ഒരു കട ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ഷോപ്പ് പോലത്തെ ചെറിയൊരു കച്ചവടം നടത്തുന്നുണ്ട്. അവൾ കൂടെ കാണാൻ ഇവിടെ എല്ലാം ഇഷ്ടം. പുറത്തുനിന്നൊക്കെ ആളുകളൊന്നും സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഡ്രസ്സും കാളൊക്കെ ഉണ്ട് ഗൈസ്, ഡ്രസ്സും കാളൊക്കെ ഇഷ്ടം. സുധിയുടെ ടീച്ചറൊക്കെയാണ് നിൽക്കുന്നത്. പ്രിൻസിപ്പൽ ആളുകളൊക്കെ ഉണ്ട്. അങ്ങ് നോക്കാൻ എന്തൊക്കെ ഉള്ളതെന്ന്. സുധീനെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് സാധനം വായിച്ച് പറ്റിപ്പിച്ച് 150 സാധനം വായിച്ച് കൂട്ടുകാരെല്ലാം കടയിട്ടേക്കണേ. ഇട്ട കടയിൽ പിള്ളേർ അതൊക്കെ വാങ്ങിപ്പിച്ച് കയ്യിലെ കാശൊക്കെ കളയിപ്പിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഉൾപ്പെടെ പെട്ട അവസ്ഥയാണ്. ശരിക്കും ഞാൻ തിരിച്ചിനിയും പോകുമ്പോഴത്തെ അവസ്ഥയാണ് പോകും. ഗൈസ് ഇവിടെ ഗെയിമൊന്നുണ്ട്, അതൊക്കെ വെച്ച് ആളെ ഇതാക്കുന്നുണ്ട്. ഗൈസ് ഇവിടെ ഫുള്ളും പറ്റിപ്പ് ഗെയിമുകളാണ് പിള്ളേർ നടത്തുന്നത്. ഇതിൽ നമ്മൾ ജയിക്കുന്നവർക്ക് അതുപോലെ കൊടുക്കുന്നുണ്ട്, ഇതാക്കുന്ന അവസ്ഥയാണ്. നോക്കട്ടെ, കയ്യിൽ നിന്ന് കുറേ കാശ് ഇപ്പോൾ തന്നെ മിക്കവാറും പോകും. നമുക്ക് നോക്കാം എത്ര രൂപ വരെ പോകും നോക്കാം. സുദീപ് എന്താ ചെയ്യുന്നുണ്ട്? ഗൈസ് അങ്ങനെ കാശ് കളഞ്ഞ് 40 കളഞ്ഞ് മൂഞ്ചി കുത്തുകളുണ്ട്. ഒരു സാധനം പോയി കിട്ടിയില്ല. കാശ് കളഞ്ഞ് കഴിയുന്നോട്ട് കുഴപ്പമില്ല. നമുക്ക് അതാണ് കമ്പ്യൂട്ടർ, അവരുടെ കമ്പ്യൂട്ടർ സെക്ഷൻ. നമുക്കിനിയിപ്പോൾ ബാക്കി ഇനി ഇവിടെ കച്ചവടത്തിൽ കേട്ട് ഇവിടെ നിന്നും പുറകെ നൈസിലൊന്നും മുങ്ങാൻ കഴിച്ചില്ല. കാശ് കഴിഞ്ഞ് കുറേ പോവും. ഗൈസ് ഇവിടെ ഓരോ സംഭവങ്ങളും കച്ചവടത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മളിന് കാശ് പോകുമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് വാങ്ങാം കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട്, എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട്, സുധിയുടെ അടുത്ത് കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അധികമൊന്നും വാങ്ങാൻ നിൽക്കുന്നില്ല. ഓൾറെഡി ഇപ്പോൾ എന്തായാലും തേനിലിട്ട് നെല്ലിക്ക വാങ്ങിച്ച്, പിന്നെ 2 കടലമിഠായി വാങ്ങിച്ച്, പിന്നെ 40 ഗെയിം കളിപ്പിച്ച് കളഞ്ഞ് 100-250 ഇപ്പോൾ തന്നെ ചിലവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നൈസിന് വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഒന്നുകൂടി കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇത്രയും സാധനം വാങ്ങിച്ച് കഴിഞ്ഞ് 100-250 സാധനം പൈസയൊക്കെ വന്ന് ഇനി പൈസ വാങ്ങാനില്ല. സംഭവം നിങ്ങൾക്കും ഒന്ന് വാങ്ങാം ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീടുകളിൽ ഉണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒരുപാട് സംഭവം നമുക്ക് വിലക്കുറവിലും വാങ്ങാൻ പറ്റും. നിങ്ങളും ഇവിടെ തിരുവനന്തപുരത്തുള്ളവരാണ്, ഈ മന്ദിരത്തിൽ നടക്കുന്ന മേളയിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇവിടെ എപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായതുകൊണ്ട് വന്ന് നോക്കിയതാണ് എന്തൊക്കെ സംഭവം ഉണ്ടെന്ന്. നമുക്കതിൽ അതൊക്കെ ഇതാക്കാം. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ റീലെടുത്ത് കഴിച്ച് കാണും. അതാകുമ്പോൾ ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ആർക്കെങ്കിലും റീച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തിരുമ്പ് വന്ന് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് അതിന് വീടാണെങ്കിൽ അവർക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ആവണൊരു സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ റീൽ അപ്ലോഡ് ചെയ്യാം. അതാകുമ്പോൾ ഇപ്പോൾ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റും. ഇതാകുമ്പോൾ ഈ വീഡിയോ യൂട്യൂബിലാകുമ്പോൾ വീഡിയോ വരുമ്പോൾ സമയം എടുക്കും. ഇൻസ്റ്റയിലാകുമ്പോൾ ഫാസ്റ്റ് ഒന്നും നടക്കുമല്ലോ. നോക്കാം. നമ്മൾ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കാണിച്ചു. ശരിക്കും നമ്മൾ ഈ കോട്ടൺ ഡ്രസ്സ്, നമ്മളെ സാരി കാര്യങ്ങളായാലും കുർത്തീസ് എല്ലാം ഇവിടെ തന്നെ നെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫുൾ എല്ലാ എക്യുപ്മെൻറ്റ്സ് ആയാലും നമ്മളുടെ ബാക്കി ക്രാഫ്റ്റ് വർക്ക്, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് വേറെ എന്തുണ്ടായിരുന്നു, മാല കമ്മൽ അങ്ങനെ ഒരു സാധനം എല്ലാം നമ്മൾ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള സാധനം. ചായപ്പൊടിയുണ്ട്, കപ്പലണ്ടി മിഠായി, സോപ്പ്, ഫേസ് വാഷ്, ബോഡി ലോഷൻസ്, ഇതൊക്കെ എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം നമുക്ക് നോക്കി നോക്കാം എല്ലാ സാധനങ്ങളും നാച്ചുറൽ ആയിട്ടുള്ളതാണ്, കെമിക്കൽസ് അധികം ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ വന്ന് വാങ്ങിക്കാം. ഈ വീട് നിങ്ങൾ എപ്പം കാണുമെന്ന് എനിക്കറിയില്ല. അടുത്ത വർഷം ഇതേ സമയത്ത് മേള നടക്കും. നിങ്ങൾക്ക് വന്ന് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അവർക്കൊരു സപ്പോർട്ടാകും. നമ്മളിവിടുത്തെ പിള്ളേർക്കും നമ്മൾ ഓഫനേജിലുള്ളവർക്കും എല്ലാം. നമ്മളെ പിള്ളേർ ഈ പ്രാവശ്യം ഗാർഡൻ അങ്ങനെ കുറേ സംഭവങ്ങൾ, ക്രാഫ്റ്റ് വർക്ക്, ഡ്രസ്സ് എല്ലാം ഉണ്ട്. നമുക്ക് നോക്കാം എല്ലാം എങ്ങനെയാണെന്ന് നോക്കാം. ഈ നേരെ കാണുന്നത് ഞങ്ങളുടെ അമ്പലമാണ്.
ഞങ്ങളുടെ കൃഷ്ണൻ്റെ അമ്പലമാണ്. ഈ അമ്പലത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ആ നേരെ കാണുന്നത് ഞങ്ങളുടെ ഓഫീസാണ്, ഈ കാണുന്നത് ഞങ്ങളുടെ HMൻ്റെ റൂമാണ്. അപ്പോൾ എന്താ പറയുക, ഈ അമ്പലത്തിൻ്റെ ഒത്തിരി പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വായന സമയം എന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ ഇത് വരുമല്ല, അപ്പം ആ സമയത്ത് കൃഷ്ണൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ദിവസമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ സാരി അങ്ങനെ അതുപോലെ തട്ടം താലമൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നടക്കും. അതേ കൊല്ലത്തിൽ തന്നെ കല്യാണം നടക്കും. അത് ഇവിടെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് അനുഭവമുണ്ട്. പ്രാർത്ഥിച്ചാൽ നല്ല ഇത് ഉള്ള ഒരു ചെറിയ അമ്പലമാണ്. പിന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയമാണ്. ഇത് നമ്മുടെ LKG UKG അത് പിന്നെ താഴെ ഇവിടെ 5 വരെ ഉണ്ട്. അപ്പം അതായിരുന്നു. പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ നെയ്ത്തുശാലയായിരുന്നു. ഇപ്പം അത് മാറി ഇപ്പോൾ വേറെ എന്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ബിൽഡിങ് സ്കൂളും കാര്യങ്ങളും എല്ലാം പുതിയതാക്കിയതാണ്. ഗവൺമെൻറ് റൂൾ പ്രകാരം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിള്ളേരധികം നിർത്താൻ പാടില്ല. അതുപോലെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക്, പക്ഷേ വരുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് സ്ത്രീധനം അങ്ങനെയൊന്നും നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അന്വേഷിക്കാം. നിങ്ങളുടെ ലെക്ക് പോലെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളുണ്ട്, ഇല്ലയെന്നല്ല, പക്ഷേ കൊണ്ടുപോകുന്ന ഒരു മാന്യമായ രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് അർഹതപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. വെറുതെ കെട്ടിച്ചു കൊടുക്കുമെന്നല്ല, അന്വേഷണം ഉണ്ടാകും മസ്റ്റായിട്ടും. കാരണം നിങ്ങൾ വിചാരിക്കുക മന്ദിരത്തിൽ നിന്ന് കെട്ടി അല്ലെങ്കിൽ ഓഫനേജിൽ നിന്ന് കെട്ടുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ധാരണയുണ്ട്. ഒരിക്കലും ഇല്ല. ഇവിടെ നിന്ന് നന്നായിട്ട് അന്വേഷിക്കും. അതുപോലെ തന്നെ എല്ലാ കൊല്ലത്തിലും എല്ലാ സംഭവത്തിലും എല്ലാ ഫംഗ്ഷനായാലും ഫാമിലിയോടെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു റിക്വസ്റ്റ് ഉണ്ടാവും. നമ്മൾ വരണം. നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടുപോയ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ വരാം. അപ്പോൾ മേ ബി ഇപ്പം ഞാനായാൽ പോലും അങ്ങനെയാണ്. നമുക്ക് കല്യാണം കഴിഞ്ഞ് പോയി നമ്മൾ ഇപ്പം ഞാനും ആളും ലവ് മാരേജാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് അപ്സെറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് വന്നിട്ട് അന്വേഷിക്കാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലെക്കാണ്. ഇപ്പം കുറേ പുതിയ റൂൾസ് എന്ന് പറയാൻ 16 വയസ്സിന് ശേഷം ഇവിടെ പെൺകുട്ടികളെ നിർത്താൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് റൂൾസ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി വന്നത് ഇതിന് മുള്ളാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞു തപ്പി വന്നതിന്. ബാത്റൂം പക്ഷേ ഇവിടെയാണ്. ഇവിടെ ലോക്കാണ്. എന്താണ് സംഭവം എന്ന് അറിയാം. അങ്ങനെ നീ പറമ്പിൽ പോവേണ്ടി വരുമെന്ന്. ഇവിടെ ഈ നേരെ കാണുന്നത് നമ്മുടെ പ്രിൻറ്റിങ് സെക്ഷനാണ്. എങ്ങനെയെന്ന് അറിയത്തില്ല, നോക്കാം. പണ്ട് ഞാൻ ഈ പുളിമരത്തിൽ നിന്നൊക്കെ പുളി പറിക്കുമ്പോൾ ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ പണ്ട് അടി കിട്ടിയതൊക്കെ ഓർമ്മ വരുമെങ്കിലും ഒരു കൗതുകമാണ്. ഇപ്പം നമ്മുടെ ലൈഫ് നടന്ന ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് വന്നപ്പോഴായാലും അമ്മമാരൊക്കെ കണ്ടപ്പോൾ അമ്മമാരൊക്കെ പറഞ്ഞു പണ്ട് എന്തായിരുന്നു, ചട്ടമ്പി ആയിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് ഇപ്പം അത് ഓർക്കുമ്പോൾ ഭയങ്കര തമാശകളാണ്. മനസ്സിലായ നമ്മുടെ ലൈഫിൽ നമ്മളെ കൊച്ചു ചാപല്യങ്ങളെന്നൊക്കെ പറയും പോലെ ആ കുറുമ്പ് ഇതൊക്കെ അവർക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആണ്. കാരണം പണ്ടത്തെ ആ ഒരു ജീവിതം അത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കിട്ടില്ല. കാരണം അവർക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്, ഒത്തിരി റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പണ്ടുള്ളവർ പറയും ഓഫനേജിക്കുമ്പോൾ ഭയങ്കര അടിയാണ്, ചവിട്ട് കിട്ടും, അതാണ് ഉപദ്രവിക്കും എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഹാപ്പിയായിരുന്നു, ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ കാണുന്ന പറമ്പിലൊക്കെ ഓടി നടന്ന് ഒരു വല്ലാത്ത അനുഭൂതിയാണ്. കാരണം നമ്മൾ ആ ഒരു അനുഭവം എന്ന് പറയുന്ന സമയത്ത് വെക്കേഷൻ ടൈം നമ്മൾ ഒരു മാസം വീട്ടിൽ നിന്നിട്ട് തിരിച്ചു വരും. നമ്മുടെ വെക്കേഷൻ തീരുന്നവേ വരും. ഇവിടെ വെച്ചിട്ട് നമുക്ക് ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങും. അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കും. പക്ഷെ ഇപ്പോഴും അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. മുള്ളാൻ കയറി എൻ്റെ കെട്ടിയവനെ കാണാനില്ല. വന്ന് മുള്ളി കഴിഞ്ഞു. എന്നിട്ടും ആ വയറൊന്നും കുറഞ്ഞില്ലല്ലേടേ. കുറയും. ഫൈനലി ഗൈസ് നമ്മൾ നെടുമങ്ങാടെത്തി. നമുക്ക് ശരിക്കും മന്ദിരത്തിൽ വീണ്ടും പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കയ്യിൽ കാശില്ല. നമ്മൾ ഓൾറെഡി 10-250 രൂപയ്ക്കുള്ളിൽ നമ്മൾ ചിലവാക്കിയല്ലേ. 10-250 രൂപയ്ക്കുള്ളിൽ നമ്മൾ സാധനം വാങ്ങി പൈസ ചിലവായി. പിന്നെ ആ പടം 10-250 ബാലൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള പച്ചക്കറി വാങ്ങിയിട്ട് പോകണം. പിന്നെ കൂടാതെ നമുക്ക് ബസ് ചാർജുകളൊക്കെ ആവശ്യം വേണം. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഒരു ലോൺ എടുത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും മന്ദിരത്തിൽ ചെല്ലാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ നമുക്ക് ചെല്ലാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം നമുക്ക് ലോണിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് നെടുമങ്ങാടെത്തി. ഇനി നമ്മുടെ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് സാധനമായിട്ട് പോകാം. ഇതാണ് നെടുമങ്ങാട് ചന്ത. ചന്തയിൽ പോയി കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പോകുന്ന സാധനമായിട്ട് ഇറക്കാം. നമുക്ക് പുളി വാങ്ങണം. പിന്നെ പച്ചക്കറി ചെറിയ 10-50 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങണം. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നോക്കാം, നമുക്ക് പോയി നോക്കാം. പച്ചക്കറി കത്തുന്ന വരാണ് കൈസൂടെ.
അവിടെ നല്ല വെളുത്തുള്ളി വാങ്ങുന്നുണ്ട്. പിന്നെ പച്ചക്കറി വാങ്ങണം. പച്ചക്കറി കൊടുക്കത്തില്ലാണ്. സാധാരണ വാങ്ങുന്ന വേറെ പയ്യനുണ്ട്. ആ പയ്യന് ലീവാണ്. അവൻ്റെ കൂട്ടുകാരനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കൂടെ ഉള്ളത്. നമ്മളിപ്പോൾ 3 വെളുത്തുള്ളി വാങ്ങിയിട്ടുണ്ട് ഗൈസ്. 3 വാങ്ങിച്ചിട്ടുണ്ട്. വലുതേക്ക് 3 എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് തക്കാളി എടുക്കാനുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ചെറിയ പച്ചക്കറി വാങ്ങണം. അത് നമ്മൾ 30 വഴുതനങ്ങയും പിന്നെ 20 തക്കാളിയും പിന്നെ വെളുത്തുള്ളി എത്ര വാങ്ങി? വെളുത്തുള്ളി 30 3 വെളുത്തുള്ളി കത്തി പറക്കാണ് കേസ്. ഇതിങ്ങനെ പറക്കലാണെന്ന് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറ്റമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ. ചില സമയത്തൊക്കെ ബാങ്ക് സ്റ്റോക്ക് ഒറ്റടിക്ക് 1000 പോയിൻ്റൊക്കെ 500 പോയിൻ്റ് കയറും. ഇന്ന് സെൻസസ് ഒറ്റടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെയാണ് ഇന്ന് വെളുത്തുള്ളിയും കത്തിയേക്കുന്നത്. 300 രൂപയ്ക്ക് കത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാനം 50 രൂപയ്ക്ക് പുളിയും വാങ്ങുന്നുണ്ട്. നമ്മൾ കുറച്ച് പുളി വാങ്ങുന്നുണ്ട്. വേറെ അധികം വാങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നോക്കുമ്പോൾ എന്ത് നോക്കുന്നുണ്ട് കേസ്. ഇവിടുത്താണ് മാർക്കറ്റ്. പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് മാർക്കറ്റ് ഉണ്ട്. അങ്ങോട്ട് പോകാൻ മാർക്കറ്റ് ഉള്ളിലേക്ക്. നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. കയറി നോക്കാവുന്ന പൈസ വേണം. അവിടെ ഉണക്കമീനൊക്കെ ഇഷ്ടംപോലെ കൂടുതലുണ്ടാവും. ഇപ്പോൾ വിലക്കുറവ് ഉള്ളിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. നമുക്ക് ഉള്ളിൽ എന്തായാലും പോയി നോക്കാം. നമ്മളിപ്പോൾ ഉള്ളി വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഗൈസ് ഇതാണ് മാർക്കറ്റ് ജംഗ്ഷൻ. നമ്മൾ മാർക്കറ്റിലത് കയറി പോവാണ്. അപ്പോൾ നോക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ അപ്പുറത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മളിവിടെ കുറച്ച് ഉണക്കമീൻ വാങ്ങണം. അതാണ് നമ്മുടെ പ്ലാൻ. നോക്കട്ടെ, ഉണക്കമീൻ കുറച്ച് കിട്ടുകയാണെങ്കിൽ നല്ല വില കുറവ് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് നമുക്ക് പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ എടുത്ത് ഉണ്ടാക്കുമ്പോൾ എളുപ്പമായിരിക്കും. നോക്കാനും പോട്ട്. പിന്നെ പച്ചമീൻ ഇവിടെ ഉണ്ടാവും. പട്ടി കുശാല അവന് ചിക്കൻ കാർ കൊടുത്ത് ഉള്ള പച്ചമീനൊക്കെ നോക്കി. പച്ചമീൻ കൊടുക്കത്ത വിലയാണ്. അപ്പോൾ ഉണക്കമീൻ ആകുമ്പോൾ വാങ്ങിച്ച് നമുക്ക് 2-3 ദിവസത്തേക്ക് ഇരിക്കും. അപ്പോൾ ഉണക്കമീൻ വാങ്ങാൻ വെച്ച് ഉണക്കമീൻ വാങ്ങാൻ വെച്ച്. അപ്പോൾ ഉണക്കമീനും വാങ്ങിയേക്കാം. അതാകുമ്പോൾ 30 രൂപയ്ക്ക് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പിന്നൊരു ഒരാഴ്ച ഓടാനുള്ള സംഭവമായി. അപ്പോൾ നമ്മൾ ഉണക്കമീൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഉണക്കമീൻ വാങ്ങിച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വിട്ട് തിരക്കിയാണ്. നമ്മളെ കൊച്ചിയിലെ വരാപ്പുഴ മാർക്കറ്റ് പോലെയല്ല. ഇവിടെ കുറേ പൂച്ചകളും പട്ടികളൊക്കെ കുശാലായിട്ട് കഴിക്കുന്നുണ്ട് ഭക്ഷണം. ഒരു ഭർത്താവിന് 2 ഭാര്യ. കൊള്ളം പൊളി. ഇവരെ വളർത്തലാണ് പൂച്ച ചീറി. ഇതൊക്കെ ഇവിടെ കടയിൽ ഇവിടുത്തെ ഇറച്ചിക്കടയിലെ ചേട്ടന്മാരും മീൻകടയിലെ ചേട്ടന്മാരൊക്കെ ഉണക്കമീൻകടയിലെ ചേട്ടന്മാരും കൂടി ചേർന്ന് വളർത്തുന്നതാണ് ഈ പൂച്ചയൊക്കെ. പിന്നെ ഇവിടെ കാക്കകളായാലും പട്ടികൾക്കായാലും നല്ല ഫുഡൊക്കെയാണ്. ഇവർ കൂടുതൽ നല്ല പട്ടികളെ വളർത്തുന്നുണ്ട്. ഇതാണ് മാർക്കറ്റ്. ഇവിടെ മീൻ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് മീൻ ഇറങ്ങിയിട്ടാണ് പച്ചമീനൊക്കെ ഇവിടെ നിന്ന് വാങ്ങുന്നത്. ഇവിടെ നിന്ന് ലോഡ് ചെയ്തിട്ട് മറ്റേ ഓട്ടോറിക്ഷയിൽ പെട്ടി ഓട്ടോറിക്ഷയിൽ നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് ആളുകൾ വരുന്നത് മീൻ വിൽക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ അവിടെ നിന്ന് അവർ കൊണ്ടുവരുന്ന കുറച്ചുകൂടി പൈസ കൊടുത്ത് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. പക്ഷേ ബസ്സുകാർ ഇവിടെയൊക്കെ പലപ്പോഴും വരാൻ പറ്റണ്ടേ, ആ ബുദ്ധിമുട്ട്. ബസ് ആശുപത്രി നമ്മൾ എങ്ങനെ വാങ്ങി ഇവിടെ വന്ന് മീൻ വാങ്ങാം. അപ്പോൾ അതാണ് പറ്റായിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ വരുമ്പോൾ വാങ്ങുന്നത്. അതാകുമ്പോൾ കാശ് ഉള്ളപ്പോൾ കൊടുത്താൽ മതിയാവില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റ് പരിപാടി കഴിഞ്ഞ് ശ്രുതി കുറച്ച് നേരം റെസ്റ്റ് ഇരിക്കുകയാണ്. വെയിലത്ത് തുറന്നിട്ട് അതിനകത്തൊരു പട്ടി കാണാൻ പറ്റും. അതും ഇവർ വളർത്തുന്ന പട്ടിയാണ്. ഈ നിൽക്കുന്ന നല്ല കൊഴുത്തിരിപ്പുണ്ട്. ഇവർ വളർത്തുന്ന പട്ടിയാണ്. ഈ കടയിലെ ആളുകളൊക്കെ വളർത്തുന്ന പട്ടിയാണ്. ഇറച്ചിക്കടയിലെ അവർ പാർട്സും കടലൊക്കെ ആയാലും മീൻ കടയിലെ വേസ്റ്റ് കടലൊക്കെ ആയാലും എല്ലാ ഈ പട്ടികളും കാക്കകളും പൂച്ചകളും കഴിക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് വിടാം. ഇതാണ് മാർക്കറ്റിൻ്റെ ഉൾഭാഗം. താഴത്തെ കഴിഞ്ഞ റൈറ്റിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിലേക്ക് പോകുന്നത്. മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങുമ്പോൾ സാധനം ഒരു ലേറ്റായി പോയി. നമ്മളിനിപ്പോൾ ഇവിടുന്ന് പറക്കണം. ബസ് 2:50 വണ്ടി. അതിന് മുമ്പ് അങ്ങനെ മിസ്സായി. നമ്മൾ പിന്നെ 5:30 വണ്ടി ഉള്ളൂ. 5:45 വണ്ടി ഉള്ളൂ. പിന്നെ അതായത് നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് മാറി കൊണ്ടുവരും. നമ്മൾ ലേറ്റായി ഗൈസ്. ഇവിടെ നിന്ന് താഴെ ഇറങ്ങി പെട്ടെന്ന് പോകാനായിട്ട്. ഇവിടെ നിന്ന് താഴെ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ പോകാതെ ബസ്സിലാണെങ്കിൽ നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുക്കാൻ പറ്റും. കാരണം നമുക്ക് ചാലമൂട് വഴിയുള്ള ബസ്സാണെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അഥവാ അല്ലാന്നാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡിൽ പോയി നോക്കാം. സ്റ്റാൻഡിൽ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ചാലമൂട് വരെ പോയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ടും. അപ്പോൾ കാശ് കൂടുതലാണ്. അതാണ് ബസ്സിൽ നമ്മൾ ഓടാൻ നോക്കുന്നത്. ബസ് കിട്ടിയാൽ മതിയായിരുന്നു. പോയി നോക്കട്ടെ ഗൈസ്. ഇതാണ് നമ്മൾ മാർക്കറ്റ് അപ്പുറത്ത് വഴി കൂടെ കയറി ഇപ്പുറത്ത് വഴി കൂടെ ഇറങ്ങി. ബാഗ് ഞാൻ നോക്കി. ശ്രുതി കവർ ഫുൾ എടുത്തിട്ടുണ്ട്.
ബാഗിന് താങ്ങാൻ പറ്റാത്രയും വെയിറ്റിൽ ബാഗിൽ സാധനം കുത്തി നിറച്ച് ഞാൻ ബാഗ് പിടിച്ചിട്ടുണ്ട്. ശ്രുതി കവർ എടുക്കാൻ തുടങ്ങി. എനിക്ക് കവർ പിടിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് വീട് പൊട്ടുന്നൊരു പേടിയുണ്ട്. അവളാകുമ്പോൾ നോക്കി ശ്രദ്ധിച്ച് പിടിച്ചോളൂ. എൻ്റെ കയ്യിലാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധയില്ല, ഒന്നാമത് ഇടതും വഴിക്കും വർക്കാവില്ല. ആ സമയത്ത് ആൾക്കാർ ബലവും കൊടുത്ത് പിടിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ കൈക്ക് വെയിറ്റ് താങ്ങാതെ കയ്യിൽ നിന്ന് വീണത് പണി വാളും. എപ്പോഴും എല്ലാ സാധനവും കയ്യിൽ നിന്ന് വീഴും ഗൈസ്. ഫോൺ പോലും ഞാൻ ഇടതയിൽ പിടിക്കാൻ നിൽക്കില്ല, വീണ് പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ATM കാർഡ് പോലും ഇടതയിൽ പിടിക്കുമ്പോൾ കുറച്ച് വീഴും. അതാണ് എൻ്റെ ഇടതയുടെ അവസ്ഥ. പച്ചക്കറി വാങ്ങിച്ചപ്പോൾ എന്തോ ഒരു സാധനം വാങ്ങിച്ചില്ല. അപ്പോൾ നമ്മുടെ കടയിൽ അങ്ങോട്ട് മാറി ശ്രുതി വാങ്ങാൻ വേണ്ടി പോവാണ്. ഈ കടയിൽ അവിടെ ചേട്ടൻ നിൽക്കുന്ന ഒരു കടയാണ്, പച്ചക്കറി കടയാണ്. അപ്പോൾ അവിടെ പോവാണ്. ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ നമ്മൾ സ്റ്റാൻഡിലേക്ക് പോയില്ല. നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴേക്കും ബസ് അവിടെ നിർത്തി ഇങ്ങോട്ട് വന്നാലൊന്നൊരു പേടി. അതാണ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വരുന്നത് വെച്ച്. ഇതാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി നിർത്തും. നമ്മൾ ബസ് അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിർത്തി തന്നെ ബസ്സല്ലേ, ഇവിടെ നിർത്തും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നടന്ന് ചാവണ്ടെന്ന് വെച്ച് ഇപ്പോൾ ഇവിടെ ഇറങ്ങി താഴത്തെ ഇറങ്ങി ഇവിടെ നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ബസ് വന്നിട്ട് വേണം നമുക്ക് പരുത്തിക്ക് ബസ് കയറി വീട്ടിൽ പോകാനായിട്ട്. പരുത്തിക്ക് ബസ് കയറ്റി വീട്ടിൽ പോകാനായി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് കാശ് സെപ്പറേറ്റ് മാറിക്കൊണ്ടിരും. ഓട്ടോ കാശ് പോകാണ്ട് കയ്യിൽ കാശില്ലാതെ, അതുകൊണ്ടാണ് നമ്മൾ ബസ്സിന് തന്നെ പോകാൻ വെച്ചത്. നമ്മൾ തന്നെ വെയിറ്റ് ചെയ്യാണ്. സൂര്യ ഹടയിൽ പോയിട്ട് വന്നിട്ട് എത്ര കിട്ടും. ബസ് നമ്മൾ അത് ഇവിടെ വന്നാലാണ് എൻ്റെ അമ്മേനാണെന്ന് ബസ് സ്റ്റാൻഡ് കണ്ടെടുക്കുമെന്ന് പറഞ്ഞത്. സമയം ഇപ്പോൾ 2:40 10 മിനിറ്റ് ഉണ്ട്. ഇവിടെ 10 മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ കടയിൽ നിന്ന് സാധനമായിട്ട് വരുന്ന ആൾക്കാരും കടയിൽ തിരക്കെന്ന് വെച്ചാൽ 3 ആൾക്കാരുണ്ട്. പെട്ടെന്ന് വരുന്ന വിചാരിച്ച് നോക്കിയാണ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല. ഈ ബസ് സ്റ്റോപ്പ് ഇത് നെടുമങ്ങാട് തന്നെയാണ്. നെടുമങ്ങാട് നിന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പാരീസ് ഹോട്ടലുണ്ട്, ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ താഴത്തേക്ക് വരുമ്പോൾ ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ വേണ്ടി നിർത്താണ്ട് ഇവിടെ നമ്മൾ താഴത്തെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, നമ്മളെ യൂണിയൻ ബാങ്കാണ്, അല്ല ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക്. നമ്മൾ ബാങ്കിൽ പോകുന്നത് അങ്ങോട്ടാണ്. നമ്മൾ ബാങ്കിലോട്ട് അങ്ങോട്ടാണ് പോകുന്നത്. എന്തായാലും നമുക്ക് ബാങ്കിൽ പോകാൻ വയ്ക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പുതിയ സാധനം വാങ്ങിച്ച് പോയി നോക്കാം. ബാങ്ക് അങ്ങോട്ടാണ് പോകുന്നത്. അത് നടന്ന സാധനം പോവാറ്. ഇന്ന് ബാങ്കിലേക്ക് കൊണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ തിരിച്ച് വീണ്ടും നെടുമങ്ങാട് പോവാണ്. നെടുമങ്ങാട് പോകാൻ കാരണക്കാരി ഇതേ തേങ്ങാശ്ശേരി. നമ്മൾ കടയിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ച സാധനം വെച്ചാൽ തേങ്ങാശ്ശേരി സാധനം എടുത്തില്ല. സാധനം വാങ്ങിച്ചിട്ട് കടയിൽ തന്നെ വെച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ അതെടുക്കാൻ വേണ്ടി വീണ്ടും നെടുമങ്ങാട് പോവാണ്. ഇനി നെടുമങ്ങാട് പോയി എടുത്തുകൊണ്ട് വരണം. അതിന് വേണ്ടി വീണ്ടും വണ്ടിക്കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും 40 എമ്പൂര് നിന്ന് പോകും. അതോടെ ഇന്നത്തെ പൈസ പോലും തീർന്നു. എനിക്കതിൽ കാശൊന്നുമില്ല. ഇനി നാളെയും നമുക്ക് MLA ഓഫീസിലൊക്കെ പോകണമായിരുന്നു. വണ്ടിക്കൂലിക്ക് അതിൽ കാശില്ല. എല്ലാം കൂടി പെട്ട അവസ്ഥയാണ്. നമുക്ക് നോക്കാം എന്താ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാൻ ഓപ്ഷൻ നോക്കട്ടെ. എല്ലാം നമുക്ക് നെടുമങ്ങാട് പോയിട്ട് ബാക്കി കാണാം. എവിടെയാണ് മറന്നു വെച്ച് കാണിച്ചു തരാം. നെടുമങ്ങാട് തേങ്ങാശ്ശേരി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മൾ വാങ്ങിയ സാധനം എടുക്കാൻ മറന്നു പോയപ്പോൾ അതെടുക്കാൻ വേണ്ടി തേങ്ങാശ്ശേരി പോവാണ്. അവളുടെ ഒരു മറവി കാരണം വീണ്ടും നെടുമങ്ങാട് വരേണ്ടി വന്ന്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചുള്ള ബസ് എത്ര മണിക്കാന്ന് വെച്ചാൽ അതാണ് പ്രശ്നം. തിരിച്ചിന് 5:15 ബസ്. സമയം ഇപ്പോൾ എന്തായാലും 4:35. 5:15 ബസ്. ഇനി അരമണിക്കൂറുണ്ടാകും. അപ്പോഴേക്കും തിരിച്ച് ബസ് സ്റ്റാൻഡിലെത്താം. ബസ് ഇട്ട് കയറി പോവാം. ഇത് നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷൻ. ഇവിടെ മറ്റേ അപ്പോൾ ഞാൻ വരണമെന്നുണ്ട്. ഞാനും കൂടെ പോട്ടെ കേസ്. ഒന്നുകൂടി മാർക്കറ്റിൽ പോകണ്ട, എന്തൊരു സാധനം കൂടി വാങ്ങാണ്ട്. കൈസ് നമ്മൾ വീണ്ടും കടയിൽ പോയി നിൽക്കുകയാണ്. അവിടെ വാങ്ങിച്ച സാധനം തിരിച്ചുള്ള അവിടെ കടയിൽ നമ്മൾ വാങ്ങിയിട്ട മെഡിസിൻ വാങ്ങിയിട്ട് പാക്കറ്റ് സംഭവം അവൾ വേറൊരു കടയിൽ കയറിയപ്പോൾ അത് അവിടെ വെച്ചിട്ട് പോകുന്നു. എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാണ്. ഉണ്ട് മറന്നു വെച്ച സാധനം എടുക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾ മറന്നു വെച്ച സാധനം എടുത്ത് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ തിരിച്ച് പോകണം ഗൈസ്. അങ്ങനെ നമ്മൾ മറന്ന സാധനം എടുത്ത് തിരിച്ച് വീട്ടിൽ പോവാണ്. തേങ്ങാശ്രുതി കാരണം വീണ്ടും കടലെ ചേട്ടന്മാരൊക്കെ ഇരുന്ന് കളിയാക്കള്. അവര് നമ്മളെ വിളിച്ചത്രേ, നമ്മളെ തിരക്കി ഇവിടം വരെ പുള്ളി വഴി വരെ വന്നത്രേ. നമ്മൾ മറന്ന സാധനം എടുക്കാൻ വേണ്ടി പുള്ളി ആ കടലെ ചേട്ടൻ നമ്മുടെ പുറകെ ഓടി വന്നു. പക്ഷെ നമ്മൾ ഓടിച്ചാടി ബസ് സ്റ്റോപ്പിലേക്ക് ഓടിയത്. അതുകൊണ്ട് പുള്ളിക്ക് നമ്മളെ കാണാൻ പറ്റില്ല. നമ്മളെ തിരക്കി പുള്ളി ഇവിടം വരെ വന്ന് ഇതിൽ കൂടെ അങ്ങോട്ട് പോകണം, മാർക്കറ്റിലേക്ക് പോണത്. അതും കൂടെ പോവാം. താഴത്തിറങ്ങാം. അപ്പോൾ നമുക്കിനിപ്പോൾ ഇനി നമ്മൾ വീണ്ടും ബസ് കയറി വീട്ടിലേക്ക് പോകണം. ഇവിടുന്ന് 5:15 ബസ് അല്ലേ, സ്റ്റാൻഡിൽ പോവാം.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങി ആ പുള്ളി നമ്മളെ പുറകെ ഓടി വന്നു. പക്ഷെ നമ്മളൊന്ന് ഓടിച്ചാടി ബസ് സ്റ്റോപ്പിലേക്ക് പോയതുകൊണ്ട് പുള്ളിക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളി തിരിച്ച് കടയിൽ പോയി. അതാണ് ഇവിടെ ഓട്ടപ്പാച്ചിൽ കാരണമാണ് ആ സാധനം എടുക്കാൻ വിട്ടുപോയത്. ഒരു മറവി കാരണം പറ്റിയ സംഭവങ്ങളുടെ കേസ്. വീണ്ടും 100 രൂപ ചിലവിന്ന്. ഇനിയിപ്പോൾ ഈ 100 രൂപ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? ഇനിയിപ്പോൾ നാളത്തേക്ക് യാത്രയാണെങ്കിൽ ബസ് കാശ് കഴിഞ്ഞില്ല. ഇനി ആപ്പാടെ ബസ് കാശ് എത്ര ഉണ്ട്? 6 രൂപ 7 രൂപ എന്നുള്ളൂ. 50 പൈസ എന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള ബസ് കാശ് ഉണ്ട്. 50 പൈസ എടുക്കൂലല്ലോ. 50 പൈസ ചോദിച്ചില്ലേ? ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി കാശുണ്ട്. പിന്നെ അവിടെ സമയം 4:45. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയാൽ നമുക്കിനി ബസ് അവിടെ പോയി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോവാം. ഓക്കെ. പക്ഷെ വീട്ടിൽ നിന്ന് നമുക്കിനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും ഇനി പോകണമെങ്കിൽ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാണ്. അതോടെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഓഫേജിലേക്ക് വീണ്ടും കാർപ്പുള്ള വിശേഷമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നമ്മൾ ഇന്നിപ്പോൾ മന്ദിരത്തിൽ പോയാൽ നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. മന്ദിരത്തിലും പോയി ഇപ്പോൾ തിരുവനന്തപുരം 2 പ്രാവശ്യം നെടുമങ്ങാട് 2 പ്രാവശ്യം കറങ്ങി. അതോടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ഈ വെഡിങ് സെന്റർ എന്തോ പ്രത്യേകത ബൈഫാണ്. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വന്ന് ഒരുപാട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു കടയാണ്. ഇതിപ്പോൾ ഞാൻ പ്രൊമോഷൻ ചെയ്തതല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. ഇവിടെ റേറ്റ് കുറവാണ്. ഇവിടെ പറഞ്ഞതാണ്, ഞാൻ പ്രൊമോഷൻ ചെയ്തതല്ല ഗൈസ്. അവിടെ എല്ലാ സാധാരണ യൂട്യൂബേഴ്സ് ഞങ്ങൾ അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ ഇടുന്നതാണ്. അപ്പോൾ വിലക്കുറവാണ് ഇവിടെ, അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കുന്നത്. നമുക്കെന്തായാലും ബസ് സ്റ്റാൻഡിൽ പോയാൽ നെടുമങ്ങാടിൽ വരുന്നവർക്ക് ബാറിൽ പോകണമെങ്കിൽ ഇവിടെ ബാറൊക്കെ ഉണ്ട്. സൂര്യ ബാറുണ്ട്. അവരുടെ അപ്പുറത്തോട്ട് തിയേറ്ററുണ്ട്. സൂര്യ മൾട്ടിപ്ലക്സ് തിയേറ്ററുണ്ട്. ഞങ്ങൾ ഇന്നലെ ആ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ടൊന്നുമില്ല. പൈസയില്ല ഗൈസ് പോകാനായിട്ട്. പൈസ കാലത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിടുന്നതായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറി വീട്ടിൽ പോകാൻ വഴി നോക്കാം. നമ്മൾ വീട്ടിൽ പോകാൻ ബസ് കയറിയിട്ട് വീട്ടിൽ പോയ ശേഷം വീട്ടിലെത്തിച്ച് വ്ളോഗ് അതിൻ്റെ ബാഗേജ്. കാരണം ഇനി വഴിക്കൊച്ച് എന്തിലേക്ക് മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലേണ്ട അവസ്ഥ വന്നാലോ. അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് പോയി വ്ളോഗ് അതിൻ്റെ ചെയ്യാം. ശരി എന്നാൽ നമുക്ക് ബസ് കയറി കാണാം. ഞാനെത്തി ബസ് അവിടെ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ബസ് വന്നിട്ടില്ല തോന്നുന്നു. ഇല്ല ബസ് വന്നിട്ടില്ല. ബസ് വരുന്നത് ബസ് വരാകുമ്പോൾ സമയമാവുന്നുള്ളൂ. ഞാൻ നേരത്തെ കാണിച്ച ബാറിൻ്റെ ഓപ്പോസിറ്റ് വീണ്ടും വേറെയും ബാറുണ്ട് ഗൈസ്. അവിടെ 2 ബാർ അടുത്തടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെടുമങ്ങാട് വന്നിട്ട് മദ്യം കിട്ടിയിട്ട് നമ്മൾ വിഷമം വേണ്ട. നമുക്കെന്തായാലും ബസ് കയറിയിട്ട് വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രത്യേകിച്ച് ഈ ബസ് സ്റ്റാൻഡിൽ ഫുൾ ടൈം തിരക്കായിരിക്കും. എപ്പോഴും ഇതിനകത്ത് ഫുൾ ടൈം ക്രൗഡ് ഉണ്ടാവും ഗൈസ്. രാത്രി ആയാലും വേണ്ട, പകലായാലും വേണ്ട, ഫുൾ ടൈം ക്രൗഡായിരിക്കും. ഞാൻ ഈ സ്ഥലത്തായാലും എല്ലാ സ്ഥലവും ക്രൗഡാണ്. ഫുൾ ടൈം ക്രൗഡുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഈ കടയിലൊക്കെ ഞങ്ങൾ സാധനമായിട്ടുള്ള പറ്റിപ്പാണ്. ബസ് സ്റ്റാൻഡിൻ്റെ കടകളുടെ മിക്ക സാധനങ്ങളും കൊള്ളില്ല എന്നുള്ള സത്യമാണ്. നമ്മൾ ഇവിടുന്ന് പ്രാവശ്യം ഒരു സർവത്ത് കുടിച്ചപ്പോൾ നമ്മളെ പറ്റിച്ച അവസ്ഥയിൽ പോയി സർവത്ത് കുടിച്ചപ്പോൾ മധുരം പോലും ഇടാതെ സർവത്ത്. തണുപ്പില്ല, മധുരമില്ല. കസ്കസൊന്നുമില്ല. സിറപ്പ് വെച്ചിട്ട് വെസ്റ്റ് മധുരം പോലും ഇടാതെ കസ്കസ് ഇടാതെ സോഡ തണുപ്പില്ലാത്ത അവസ്ഥയിൽ നമ്മൾ പറ്റിച്ചാണ് നെയ്സ്. സോഡ ഉണ്ടായിരുന്നു, തണുപ്പില്ലായിരുന്നു. പക്ഷേ സോഡ ഉണ്ടായിരുന്നില്ല. സോഡ അവർ ഒഴിച്ചു പറഞ്ഞു. പക്ഷെ സോഡ ഉണ്ടായിരുന്നില്ല. ഗ്യാസ് ഉണ്ടായിരുന്നില്ല അല്ലേ, പറ്റിപ്പായിരുന്നു. അപ്പോൾ അതിപ്പോൾ ചില കടകളൊക്കെ അങ്ങനെ ആയിരിക്കില്ല. എല്ലാ കട അങ്ങനെ ആയിരിക്കില്ല. ഈ ഒരു കട അങ്ങനെ ആയിരുന്നു തോന്നുന്നു. ആ ഒരു കടയിൽ കയറിയപ്പോൾ നമുക്ക് അവർക്ക് എപ്പോഴും എല്ലാ സോഡയ്ക്കും പണിയിട്ടില്ല. ഏതെങ്കിലും ഒരു സോഡയ്ക്ക് ചിലപ്പോൾ ഗ്യാസ് ഇല്ലാതെ പോയത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അതായിരിക്കും അറിയില്ല. എന്തായാലും നമ്മളെന്തായാലും പിന്നെ ആ കടയിൽ കയറിയിട്ടില്ല. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ കാണുന്നത് ബസ് തന്നെ എത്ര മണിക്കാന്ന് നോക്കിയാൽ 5:00 ബസ്. സമയം 5 മണി ആയിട്ടുണ്ട്. ബസ് ഇപ്പോൾ ഒരു പ്രതീക്ഷ വെയിറ്റ് ചെയ്യാം, നോക്കാം. ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ ഗൈസ് പോകും. ഫൈനലി ഗൈസ് നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നത്തെ യാത്ര എല്ലാം മെയിനായിട്ട് യാത്രയായിരുന്നു. എല്ലാം ഗോൾ പിടിച്ച് യാത്രയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് പുതിയ വിശേഷവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നമ്മൾ പള്ളിയിൽ പരിപാടിക്ക് പോകണമെന്ന് വെച്ചാൽ പറ്റിയില്ല. നമുക്ക് നാളെ പോവാം. നമ്മൾ ഒരുപാട് സമയം ഹൈറ്റായി പോയി. നമ്മൾ ഓൾറെഡി യാത്ര ചെയ്ത് തളർന്ന് നല്ല വിഷമത്തിൽ ഇപ്പോൾ കുടലൊക്കെ കഴിഞ്ഞിട്ട് സ്മെല്ലിന് കേൾക്കുന്ന കേട്ട് തുടങ്ങി. നീ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഞ്ഞി കുടിക്കാനായിട്ട് ഇപ്പോൾ പച്ചക്കറി വാങ്ങിച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും കറി വെച്ചിട്ട് ചോറുണ്ടാക്കി കഴിക്കണം. അപ്പോൾ നമുക്ക് ബാക്കി നമുക്കിനി നാളത്തെ ബ്ലോഗിൽ കാണാം. ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലേക്ക് ഷോർട്സും റീൽസൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് നമ്മളെന്തായാലും ഇനി അതന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇടുന്ന മിക്ക ഷോർട്ട് റീൽസിലും ഞാൻ ഇവളെയും കൊളാബറേറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഇവരെയും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ഗൈസ്.
അപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ പോവാണ്. നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി പുതിയ വ്ളോഗുമായിട്ട് നാളെ അടുത്ത ദിവസം വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാനായിരിക്കും. ഇത് മന്ദിരത്തിൽ നമ്മൾ മേളയ്ക്ക് പോയ ഒരു വ്ളോഗാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ നെടുമങ്ങാട് ചന്തയിൽ പോയ വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ മൂഞ്ചി കുത്തി തിരിച്ച് വീണ്ടും നെടുമങ്ങാട് തിണ്ടാമ്പതിൻ്റെ വിശേഷങ്ങളും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ വിശേഷമായിട്ട് വീണ്ടും പിന്നീട് കാണുമ്പോൾ ബൈ ഫ്രം RJ. നമ്മളിപ്പോൾ ചക്ക നോക്കിയിരിക്കുകയാണ് ഗൈസ്. ശരി എന്നാൽ.